ഒരു 5,95,000 2 വർഷം വാറണ്ടിയും പ്ലസ് ഗോൾഡ് കോയിനും 1 വർഷം റോഡ് അസിസ്റ്റ് ഉള്ള വാഹനം കൊടുക്കാൻ സാധിക്കും. 1 lakhന്റെ ഉള്ളിൽ 1 lakhന്റെ ഉള്ളിൽ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു i20 ഡീസൽ 1 ഇയർ വാറണ്ടി ഉള്ള ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നോക്കുന്ന ലേഡീസിനൊക്കെ പറ്റിയ വാഹനമാണ്. അധികം നിൽക്കൂല, എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് 50,000 ആ റേഞ്ച് ഉണ്ടെങ്കിൽ നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ സുഖമായിട്ട് 50,000 രൂപ ഉണ്ടെങ്കിൽ ബലേനോ ഓട്ടോമാറ്റിക് വണ്ടിയില്ലേ? ഇത് ഓട്ടോമാറ്റിക് ആണ്. 2017 വണ്ടി, 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഒരു വൈറ്റ് കളർ പരിചയപ്പെടാം അല്ലേ. ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു മഹീന്ദ്ര കാർ ആൻഡ് ബൈക്ക് കൊച്ചി ഷോറൂം. പറഞ്ഞാല് ഏകദേശം 3 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ നമ്മൾ ഇവിടുന്ന് വീഡിയോ എടുത്ത് പോയിട്ട്. പക്ഷെ ഇവിടെ അന്ന് വീഡിയോ എടുത്തതിൽ ഏകദേശം ഒരു 90% വാഹനങ്ങളും സെയിലായി പോയിട്ടുണ്ട്. വിരലിൽ എണ്ണാവുന്ന വാഹനം മാത്രമേ ഇവിടെ ഉള്ളൂ. അന്ന് പുതിയ കുറേ സ്റ്റോക്കുകൾ എക്സ്ട്രാ കയറിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇയർ എൻഡിങ് ഓഫറായിട്ട് ഒരു ലോഡ് ഓഫറുമായിട്ടാണ് കാർ ആൻഡ് ബൈക്ക് നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നത്. എന്താണെന്നറിയോ? ഈ ഡിസംബർ മാസത്തിൽ വാഹനം എടുക്കുന്നവർക്ക് ഒരു ഗോൾഡ് കോയിൻ സൗജന്യമായിട്ട് 2 വർഷം വാറണ്ടി, 1 വർഷം റോഡ് അസിസ്റ്റ്. വാറണ്ടി എങ്ങനെയാന്ന് വെച്ചാൽ എഞ്ചിന്, ഗിയർ ബോക്സ്, സസ്പെൻഷന്, ഇലക്ട്രിക് പരമായിട്ട് എന്ത് കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിലും 2 വർഷത്തിനുള്ളിൽ നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ 1 വർഷം റോഡ് അസിസ്റ്റ്. പെട്രോൾ കഴിഞ്ഞിട്ടോ എന്തെങ്കിലും മെക്കാനിക്കൽ പരമായിട്ട് വണ്ടി വഴിയിൽ നിന്ന് പോയാൽ ആയിട്ട് ഓൾ ഇന്ത്യ റോഡ് അസിസ്റ്റ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. 10 രൂപ അധികം കൊടുത്താലും യൂസ്ഡ് കാർ എടുക്കുന്നവർക്ക് ഇതിലുപരി എന്താണ് വേണ്ടത്? വീഡിയോ ഓവറായിട്ട് ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വാഹനങ്ങളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നുണ്ട്. വീഡിയോ എല്ലാവരും അവസാനം വരെ വാച്ച് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് മലയാളമിലേക്ക് സ്വാഗതം. നമ്മളെ കഴിഞ്ഞ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത എല്ലാ വണ്ടികളും പോയി. എനിക്ക് തോന്നുന്നു 2 ആഴ്ചക്ക് മുന്നെയാണ് ചെയ്തത്. തീർച്ചയായിട്ടും 2-3 ആഴ്ച വണ്ടികളെല്ലാം നമുക്ക് പോയിട്ടുണ്ട്. നമുക്ക് കുറെ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോ ചെയ്ത വണ്ടികൾ മൊത്തം പോയിട്ട് വിരലിൽ എണ്ണാവുന്ന വണ്ടികൾ മാത്രമേ ഉള്ളൂ ഇവിടെ. പുതിയ സ്റ്റോക്കുകൾ മൊത്തം കയറിയിട്ടുണ്ട്. നമ്മുടെ മലയാള മീഡിയ പ്രേക്ഷകർക്ക് നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? നമുക്ക് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ദേശം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആലുവ എന്ന് പറയുന്ന ദേശം എന്ന് പറഞ്ഞ സ്ഥലമാണ്. തൃശ്ശൂരിൽ നിന്ന് വരുമ്പോ എയർപോർട്ട് സിഗ്നൽ കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡ് ആയിട്ട് ഹൈവേ തന്നെ. ഇനി എടപ്പള്ളിയിൽ നിന്ന് വരുമ്പോ ആലുവ പാലം കഴിഞ്ഞ് റൈറ്റ് സൈഡിലായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. ഇയർ എൻഡിങ് ആയിട്ട് ക്രിസ്മസ് ഒക്കെ ആയിട്ട് എന്തൊക്കെയോ ഓഫർ നമ്മൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞു കേട്ടു. അത് എന്തൊക്കെയായിരുന്നു? ഈ മാസം നമുക്ക് ഡെലിവറി എടുക്കുന്ന കസ്റ്റമറിന് 1 gram ഗോൾഡ് കോയിൻ ഉണ്ട്. 1 gram ഗോൾഡ് കോയിൻ ഈ മാസം ഡെലിവറി എടുക്കുന്ന കസ്റ്റമർ. അതുകൂടാണ്ട് തന്നെ ഒരു 3M പോളിഷ്, 5,000 കോസ്റ്റ് വരുന്ന ഇന്റീരിയർ ഷാംപൂ വാഷ് പ്ലസ് പോളിഷിംഗ് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നത്. അതുകൂടാണ്ട് തന്നെ നമുക്ക് 2 year വാറണ്ടി. പഴയ നമുക്ക് എന്തൊക്കെയാണ് ഓഫർ ഗിയർ ബോക്സ് അല്ല, 2 year വാറണ്ടി പ്ലസ് 1 year RC. ഈ ഇയർ എൻഡിങ്ങില് ഡിസംബർ മാസത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് കുറച്ച് വാഹനങ്ങൾ പരിചയപ്പെടാം അല്ലേ? ഇപ്പൊ വന്ന പുതിയ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച് വണ്ടി എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇപ്പോൾ ഒരു 10-12 വണ്ടികളുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു ഫാമിലി കാറാണ് മാരുതിയുടെ സെലേറിയല്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത്? ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ 2017 മോഡലാണ്. സെക്കൻഡ് ഓണർ ആണ്. 63,000 കിലോമീറ്റർ വണ്ടി ഓടിയിരിക്കുന്നത്. 63,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വാഹനല്ലേ. ടയർ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഫുൾ കട്ട ടയർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ടയർ കണ്ടീഷൻ ഉണ്ട്. പിന്നെ നല്ല എൻക്വയറി ഉണ്ട്. ഇതിന് നമുക്ക് 2 year വാറണ്ടി കൊടുക്കാൻ പറ്റും. 2 year വാറണ്ടി കൊടുക്കാൻ പറ്റും. ഇതിന് ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി വെഹിക്കിൾ തന്നെയാണ്. പിന്നെ നമ്മൾ ഇന്ത്യയിൽ വശത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവേഴ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ചെയ്തിട്ടില്ല. AC ഒക്കെ എങ്ങനെയാണ്? കൂളിംഗ് എല്ലാം പക്കയാണ്. എല്ലാം കൊടുക്കുമ്പോൾ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടേ കൊടുക്കത്തുള്ളൂ. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എല്ലാം ചെക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വണ്ടി ഡെലിവറി പോകുമ്പോൾ എല്ലാ ചെക്കപ്പും ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഈ 2 year വാറണ്ടി വരുമ്പോൾ നമുക്ക് എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. അപ്പൊ ഇതിനെത്ര നമ്മുടെ ആസ്കിംഗ് പ്രൈസ്? നമ്മുടെ പ്രൈസ് വരുന്നത് 4,25,000. 4,25,000 വിത്ത് വാറണ്ടി, ഗോൾഡ് കോയിൻ, പിന്നെ അതുപോലെ 3M പോളിഷും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലേ. ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര ഡൗൺ പേയ്മെന്റ് ഇറക്കാം? നമുക്ക് ഇതിന്റെ അകത്ത് ഒരു 50,000 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. നല്ല പ്രൊഫൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. 2017 വണ്ടിയാണല്ലോ. മാരുതിയുടെ വണ്ടിക്കൊക്കെ ലോൺ നല്ല രീതിയിൽ ലോൺ കിട്ടില്ല ചെയ്യാനും പറ്റും. ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫാമിലി കാർ സ്വന്തം. ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ ബലേനോ. അത്യാവശ്യം ഡിമാൻഡ് ഉള്ള വാഹനല്ലേ. ഇതിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇത് CVT ആണ് വരുന്നത്. 2017 മോഡൽ 47,000 കിലോമീറ്റർ ഓടിയ CVT ഓട്ടോമാറ്റിക്. ഇപ്പൊ വരുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AMT ആണ് ഗിയർ ബോക്സ് വരുന്നത്. 2017-18 കാലഘട്ടങ്ങളിലാണ് ശരിക്കും CVT ഉണ്ടായിരുന്നത്. അപ്പൊ CVTന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ലാഗിങ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ലേഡീസിനൊക്കെ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വണ്ടി ഇറങ്ങി പോരുന്ന പ്രശ്നങ്ങളൊന്നുമില്ല.
ഹോൾഡും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഹിൽ ഹോൾഡ് കാര്യങ്ങളൊക്കെ വരുന്ന CVT ഗിയർ ബോക്സ് കൂടി വരുന്ന വെഹിക്കിളാണ്. ഇത് ഏതായിരുന്നു വേരിയന്റ്? ഇത് വരുന്നത് സീറ്റയാണ്. സീറ്റ വേരിയന്റ്. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 47,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ യൂസ് ചെയ്ത 47,000 കിലോമീറ്റർ. എത്ര ഏകദേശം നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം? ഇത് നമുക്കൊരു CVT കാരണം ഒരു 13 തൊട്ട് ഒരു 15 വരെയൊക്കെ കിട്ടും. നല്ല യാത്രാസുഖവും കാര്യങ്ങളുമാണ്. പിന്നെ എഞ്ചിന് കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് 2 ഇയർ വാറണ്ടി കൊടുക്കും. ഇത് നമുക്ക് 2 ഇയർ വാറണ്ടി ഉണ്ട്. 2 ഇയർ വാറണ്ടി ഉണ്ട്. നമുക്ക് ലോൺ ഫെസിലിറ്റി ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 50 തൊട്ട് 70 വരെ റേഞ്ചിൽ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ട്രാക്ക് ഉണ്ടെങ്കിൽ അത്ര റേഞ്ചിൽ ചെയ്യാനും സാധിക്കും. നല്ല ക്വാളിറ്റി ഉള്ള റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഗ്യാരണ്ടി വരെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത ഓണർഷിപ്പ് സിംഗിൾ ഓണർ യൂസ് ചെയ്ത ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് CVT വാഹനം അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. നമ്മൾ എത്രയാണ് അപ്പൊ ആസ്കിംഗ് പ്രൈസ്? നമ്മുടെ 740 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. പ്രൈസിലെ ഒരു 50,000 ആ റേഞ്ച് ഉണ്ടെങ്കിൽ നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ സുഖമായിട്ട് 50,000 രൂപ ഉണ്ടെങ്കിൽ ബലേനോ ഓട്ടോമാറ്റിക് സ്വന്തമാക്കാം. നെക്സ്റ്റ് ആയിട്ട് ചെറിയൊരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെയിൻ്റെനൻസ് കുറഞ്ഞ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാഹനം. നല്ല മൈലേജ് ഉള്ളത്. മൈലേജ് ഉണ്ടല്ലേ? ഓൾട്ടോയുടെ K10 എന്ന് പറഞ്ഞ സീരീസ്. ഓക്കെ, ഈ K10 സീരീസ് വന്നതിന് ശേഷം ഓൾട്ടോയ്ക്ക് നല്ല മൈലേജ് വന്നു തുടങ്ങി. മൈലേജ് പെർഫോമൻസ് ഒക്കെ നമുക്ക് ഓടിക്കാനും നല്ല സുഖമാണ്. നല്ല മൈലേജ്. ഇത് എത്ര മോഡൽ വരുന്നത്? ഇത് 2019 മോഡൽ 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓണർ സെക്കൻഡ് ഓണർ 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ടയർ പ്രൊഫൈലോട്ട് വരികയാണെങ്കിൽ ഏകദേശം 90-80 അത്യാവശ്യം ഓടും. 34,000 കിലോമീറ്റർ ഓടിയ ടയറാണ് കിടക്കുന്നത്. കാണുമ്പോൾ ഒരു പുത്തൻ ടയർ ഫീൽ ഉണ്ട് അല്ലേ? സ്ക്രാച്ചസോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല നീറ്റ് വാഹനമാണ്. പിന്നെ ഇന്റീരിയർ വശത്തോട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. AC പക്ക കൂളിംഗ് അല്ലേ? എല്ലാം പക്ക കൂളിംഗ് ആണ്. നമുക്ക് 2 ഇയർ വാറണ്ടി കൊടുക്കാം. പിന്നെ ഈ മാസത്തെ 2 ഇയർ വാറണ്ടി കൊടുക്കാം അല്ലേ? കൊടുക്കാൻ പറ്റും. പിന്നെ ഗോൾഡ് കോയിനും കൊടുക്കാൻ സാധിക്കും. പിന്നെ പോളിഷും കൊടുക്കാം അല്ലേ? പോളിഷും കൊടുക്കാം. അപ്പൊ നമ്മള് ഇത് IDV തന്നെ ഏകദേശം 3 ലക്ഷം രൂപ IDV കിടക്കുന്ന വണ്ടിയാണ്. നമുക്ക് ഒരു 10-50 രൂപയുടെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ല പ്രൊഫൈലാണെങ്കിൽ നമ്മള് ഫുൾ എമൗണ്ട് എത്രയാണ്? 3,65,000 ചോദിക്കുന്നുണ്ട്. അതിലൊരു 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ സാധിക്കില്ലേ? നമുക്കിപ്പോ K10 കുറെ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ചെറിയ ഈ എറണാകുളത്തൊക്കെ ആകുമ്പോൾ ട്രാഫിക് കാരണം കൂടുതലും സെക്കൻഡ് കാറൊക്കെ ആയിട്ട് അത്യാവശ്യം മൈലേജ് ഉള്ള സെക്കൻഡ് കാർ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ സാധിക്കും. പെർഫോമൻസ് ഉള്ള മൈലേജ് ഉള്ള വാഹനം. നമുക്കൊരു ചെറുവണ്ടി പരിചയപ്പെടാം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത്? ഇത് വരുന്നത് 2015-16 രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർ 71,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ യൂസ് ചെയ്ത 71,000 കിലോമീറ്റർ ഓടിയ വാഹനം. ടയറൊക്കെ ഏകദേശം 80 അബോ ടയർ എന്തായാലും വരുന്നുണ്ട്. ടയർ ഇപ്പൊ രണ്ടാമത് മാറിയിട്ടുള്ളതാണ്. ടയർ കണ്ടീഷൻ ഒക്കെ കുഴപ്പമില്ലാത്തതാണ്. പിന്നെ ഫുൾ ഓപ്ഷൻ ആണ്. പിന്നെ നമുക്ക് ഇതിന്റെ അത് ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റും. ഡിക്കി വരുന്ന ടൈപ്പ് ആണ്. ഡിക്കി വരുന്നത് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. AC വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഗ്യാരണ്ടി പറയാം. ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവേഴ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്രയാണ് ഇതിന് ആസ്കിംഗ് പ്രൈസ്? ഇതിന്റെ പ്രൈസ് വരുന്നത് 1,45,000. 1,45,000 രൂപ. ഇതിനൊക്കെ ഏകദേശം മൈലേജ് എത്ര പ്രതീക്ഷിക്കും? ഇതിന് എങ്ങനെ പോയാലും 20 മുകളിൽ മൈലേജ് ഉണ്ട്. 20 മുകളിൽ എന്തായാലും മൈലേജ് ഉണ്ട്. 1,45 ചോദിക്കുന്നുണ്ട്. റെഡി ക്യാഷ് കൊണ്ട് വന്നാൽ നമുക്ക് വണ്ടി കൊണ്ടുപോകാം. ഇത് നമുക്ക് ലോൺ നാനോക്ക് കിട്ടാൻ കുറച്ച് ടാറ്റയുടെ വാഹനം. നമ്മൾ ഇതിന് നമുക്ക് 1 ഇയർ വാറണ്ടി ഉണ്ട് കേട്ടോ. 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും. നമുക്ക് 1 ഇയർ വാറണ്ടി, ഗിയർ ബോക്സ് വാറണ്ടി പ്ലസ് ഗോൾഡ് കോയിനും കൊടുക്കാം, പോളിഷും കൊടുക്കാം. ഇത് 3 ഫെസിലിറ്റി ഉണ്ടായി. ഈ ഡിസംബർ മാസത്തിലാണല്ലേ? നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള നെക്സോൺ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത്? ഇത് വരുന്നത് 2021 മോഡലാണ്. 21 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 17,000 കിലോമീറ്റർ. XT എന്ന് പറയുന്ന വേരിയന്റ്. വെറും 17,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. XT എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ടയർ ഒരു 17,000 കിലോമീറ്റർ ഓടിയ ടയറാണ്. 17,000 കിലോമീറ്റർ ഓടിയ ടയറാണ്. അലോയ് വീൽസ് ഒന്നും വരുന്നില്ലല്ലേ? അലോയ് വരുന്നില്ലേ? അതായത് ഇതിന്റെ തൊട്ട് മുകളിലുള്ള മോഡലാണ് അലോയ് വീൽ വരുന്നത്. എന്നാൽ കൂടി നല്ല തരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട എല്ലാ ബേസിക് ഫീച്ചേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള വാഹനമാണ്. പുറകുവശത്തോട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി ടൈൽ ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡിക്കൊക്കെ ഒരു ആവറേജ് നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഡിക്കി ആയിരിക്കും വരിക. നല്ല ബൂട്ട് സ്പേസ് വരുന്നതാണ്. ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഡിക്കി വരിക. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. സെൻസറൊക്കെ വരുന്ന വാഹനമാണ്. നമ്മൾ ജസ്റ്റ് ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവർ ചെയ്തിട്ടില്ല അല്ലേ? സീറ്റ് കവർ ഇല്ല, കമ്പനിയുടെ സീറ്റ് കവർ തന്നെയാണ്. സീറ്റ് കവർ വരുന്നുണ്ട്. AC കാര്യങ്ങളൊക്കെ പക്ക കൂളിംഗ് അല്ലേ? AC ഒക്കെ നല്ല പക്ക കൂളിംഗ് ആണ്. പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇന്റീരിയർ ആണ്. അടിപൊളി ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ക്രോമിയം ഫിനിഷിങ്ങും എല്ലാം ഉള്ള ഇന്റീരിയർ ആണ് അല്ലേ? ഇതിലിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓപ്ഷനിലായിട്ട് ഇത് വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അലോയ് വീൽ മാത്രമേ വരുന്നത്.
ഓക്കെ. ബാക്കി എല്ലാം തന്നെയുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ടോ? പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് AC ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക് ACയും പിന്നെ അതുപോലെ അലോയ് വീലും മാത്രമാണ് മാത്രമാണ് ഫുൾ ഓപ്ഷൻ നമ്മളെ വേരിയേഷൻ അല്ലേ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. നല്ല വാഹനല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നു വണ്ടി? ഇത് നമ്മള് 945 ആണ്. 940. ലോണ് കയറും. ലോൺ ഇതില് 21 വണ്ടി കാരണം നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഏകദേശം ഫുൾ ലോൺ 95% ലോൺ ചെയ്യാം. നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമർക്കും ഒരു 10,000-60,000 രൂപ റേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വാഹനം സ്വന്തമാക്കാൻ ചെയ്യാൻ പറ്റും. 3 കൈകർ അടക്കുന്നുണ്ട് കേട്ടോ, പുത്തൻ വണ്ടി. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് ഒരെണ്ണം ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഒരെണ്ണം ടർബോ 1 ലിറ്റർ ടർബോ വരുന്നത്, പിന്നെ ഒരെണ്ണം ടർബോ ഇല്ലാത്ത മോഡൽ. നോർമൽ. ഇപ്പൊ ഇതിന്റെ അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർബോ ഇല്ലാത്ത മോഡലാണ്. ടർബോ ഇല്ലാത്ത ആകെ 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2021 RXT എന്ന് പറയുന്ന വേരിയന്റ്. ഓണർഷിപ്പ് ഒക്കെ എത്ര വരും? ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആകെ 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 11,000 കിലോമീറ്റർ ഓടിയ ടയറാണ് ഇത് കിടക്കുന്നത്. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ കമ്പനി സർവീസ് ആണ്. പക്ക കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. കമ്പനി വാറന്റി കിടക്കുന്ന വണ്ടിയാണ്. ഓക്കെ. പിന്നെ നമ്മൾ ഇന്ത്യയുടെ വശത്തോട്ട് നോക്കുകയാണെങ്കിൽ സീറ്റ് കവേഴ്സ് അടിപൊളി സീറ്റ് കവേഴ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. കമ്പനി സ്റ്റീരിയോ ആണ് അത്. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. AC കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? AC ഒക്കെ പക്കയാണ്. AC നമ്മൾ ഫുൾ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഡെലിവറി ആവും മുന്നേ ഇതെല്ലാം നമ്മുടെ എല്ലാ ചെക്ക് പോയിന്റ്സും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡെലിവറി കൊടുക്കുന്നത്. എയർ ബാഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണ് അല്ലേ? പിന്നെ അത്യാവശ്യം നല്ല മൈലേജും ഉണ്ടാവും. ഈ 1 ലിറ്റർ ആയ കാരണം ഇതിനൊരു ഏകദേശം ഒരു 18-19 മൈലേജ് ഉണ്ട്. നല്ല ഒരു SUV സെഗ്മെന്റിൽ ഇരിക്കുന്ന ഒരു ഫീലും ഉണ്ട്. വണ്ടിയിൽ ഇരുന്ന് നോക്കുമ്പോൾ ബൾക്കി ലുക്കാണ്. നമുക്ക് ആ ഉള്ളിലിരിക്കുമ്പോ ആ ഒരു ഫീൽ ഉണ്ട്. നമ്മളൊരു SUV ഇരിക്കുന്ന ഒരു ഫീൽ എന്തായാലും കിട്ടും. ടയർ സൈസ് അത്യാവശ്യം ഉണ്ട്. പിന്നെ അത്യാവശ്യം ഒരു 5 പേർക്ക് സുന്ദരമായിട്ട് യാത്ര ചെയ്യാനും പറ്റും. ലോങ് ഡ്രൈവിനും കാര്യങ്ങളൊക്കെ പറ്റിയ വാഹനമാണ്. നമ്മൾ എത്രയാണ് അപ്പൊ ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? ഇത് നമ്മൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ 7,25,000 ആണ്. 7,25,000 ചോദിക്കുന്നത്. അതിൽ ലോൺ അവൈലബിൾ ആണോ? ലോൺ അവൈലബിൾ ആണ്. ഏകദേശം എത്ര നമുക്ക് ഒരു 95% ഏകദേശം ഒരു 50-60 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. 2 ഇയർ വാറന്റി അവൈലബിൾ ആണോ? 2 ഇയർ വാറന്റി പ്ലസ് ഗോൾഡ് കോയിൻ അതെല്ലാം നമ്മുടെ ഇതിൽ കമ്പനി വാറന്റിയിൽ വരുന്ന വണ്ടിയാണ്. ഓൾറെഡി കമ്പനി വാറന്റി ഉണ്ട്. അപ്പോൾ 2 ഇയർ വാറന്റി കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഒരു വൈറ്റ് കളർ പരിചയപ്പെടാം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈഗറിന്റെ 2022 മോഡൽ RXT. ഇത് അലോയ് വീൽസ് ആണോ? അലോയിഡ് വീലാണോ? ഇല്ല, ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോയ് പോലെ തോന്നിക്കുന്ന വീലാണ്. അലോയിഡ് വീലാണ് വരുന്നത്. പിന്നെ വൈറ്റ് കളർ ആയതുകൊണ്ട് നല്ല റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വാഹനമാണല്ലേ? 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 27,000 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതും കമ്പനി വാറന്റി കിടക്കുന്ന വണ്ടിയാണ്. ഇതിന് വാറന്റി ഉണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ്. ടയർ ഒരു ആവറേജ് ടയർ വരുന്നുണ്ട്. പിന്നെ ഓണർഷിപ്പ് സിംഗിൾ ഓണർ യൂസ് ചെയ്ത വാഹനം ഉണ്ടോ? ഓക്കെ. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ എയർ ബാഗ്സ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടില്ല അല്ലേ? സീറ്റ് കവേഴ്സ് ചെയ്തില്ല. കമ്പനിയുടെ തന്നെ വരുന്നത്. പിന്നെ ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. ടച്ച് സ്ക്രീൻ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, പുഷ് ബട്ടൺ സ്റ്റാർട്ടും വരുന്നത്. ബട്ടൺ സ്റ്റാർട്ട് വരുന്നതാണ്. എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? ഇത് നമ്മൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ 7,25,000. 7,25,000. ലോണോ? ലോൺ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 95% വരെ നമുക്ക് ലോൺ ചെയ്യാം. ഒരു 10-60-70 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. 70,000 രൂപ വണ്ടി ഇറക്കാം. ഇതിൽ വാറന്റി അവൈലബിൾ ആണ്. കമ്പനി വാറന്റി അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ റോഡ് സൈഡ് അസിസ്റ്റന്റും പ്ലസ് നമ്മുടെ ഗോൾഡ് കോയിനും അവൈലബിൾ ആണ്. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വാഗണർ പരിചയപ്പെടാം അല്ലേ? ഇത് ഓട്ടോമാറ്റിക് വണ്ടിയില്ലേ? ഇത് ഓട്ടോമാറ്റിക് ആണ്. 2017 വണ്ടി, 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. 57,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ടയർ ഏകദേശം 80% ടയർ വരുന്നുണ്ട്. നല്ല തിരക്കേടില്ലാത്ത വാഹനമാണ്. സ്ക്രാച്ചസോ ഡെന്റോ കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. പിന്നെ അഡീഷണൽ ആയിട്ട് ഇൻഫോർടൈൻമെന്റ്, അതായത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള വണ്ടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മാരുതി ഓട്ടോമാറ്റിക് ചോദിച്ചു വരുമ്പോൾ അത്യാവശ്യം സ്പേസ് വേണം. സ്പേസും കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനമാണ്. പിന്നെ മൈലേജ് ഒക്കെ ഏകദേശം എത്ര കിട്ടും? മൈലേജ് ഇതിനൊരു 15-18 വരെയൊക്കെ കിട്ടും. ഏകദേശം ആ റേഞ്ച് കിട്ടൂല്ലേ? സീറ്റ് കവേഴ്സ് ഒക്കെ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വാഹനമാണല്ലേ? എയർ ബാഗ്സ് ഇല്ല തോന്നുന്നു. എയർ ബാഗ് വരുന്നില്ല. നമ്മൾ എത്രയാണ് വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്? നമ്മൾ ചോദിക്കുന്നത് 4,40,000.
4,40,000 കൊടുക്കാം. ഓട്ടോമാറ്റിക് വണ്ടി, ഓട്ടോമാറ്റിക് വണ്ടി. അതിൽ ലോൺ കയറും? ലോൺ കയറും. 2017 വണ്ടി, നമ്മുടെ 2 ഇയർ വാറണ്ടി, എല്ലാം പറഞ്ഞ പോലെ എല്ലാം ചെയ്യാൻ സിസ്റ്റം ഒക്കെ ഉള്ള എല്ലാം ഉള്ള മറ്റേ ഗോൾഡ് കോയിൻ ഒക്കെ ഉള്ള വാഹനമാണ്. അഫോർഡബിൾ റേറ്റ് ആണ് തീർച്ചയായിട്ടും. ഓട്ടോമാറ്റിക്കിന് മാർക്കറ്റ് കൂടുതൽ നമ്മള് ഇപ്പൊ ഒരുപാട് നമുക്ക് എല്ലാം എൻക്വയറി വരുന്ന ചെറുവണ്ടി, അതുപോലെ ഓട്ടോമാറ്റിക് വണ്ടി ആയിരിക്കും. പെട്ടെന്ന് തന്നെ പോകും. അപ്പൊ നമുക്ക് റിക്വയർമെന്റ് ഉള്ള ഒരു വണ്ടിയാണ്. ഒരു വാറണ്ടി ഉള്ള വണ്ടിയാണ്, വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന വാഹനമാണ്. നല്ല വൃത്തിയുള്ള ഒരു ജാസ് എടുക്കുന്നുണ്ട്. ഇത് പുതിയ മോഡലാ? ഇത് 2019 മോഡലാണ്. 19 മോഡലാണ്. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇതൊരു 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. പെട്രോൾ അല്ലേ വരുന്നത്? പെട്രോൾ. ഓപ്ഷൻ ഏതായിരുന്നു? ഇത് ബി, അതായത് ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്നത്. എല്ലാം അലോയ് വീല് വരുന്നുണ്ട്. പിന്നെ ബാക്കി സീറ്റ് കവേഴ്സ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് AC, എയർ ബാഗ്സ് ഒക്കെ വരുന്ന വാഹനം അല്ലേ? ഏകദേശം എത്ര മൈലേജ് പ്രതീക്ഷിക്കുന്നു? ഇതിന് ഒരു 18, മാനുവൽ വണ്ടിയാണ്. 17 മര്യാദക്ക് അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ്. 1.2 അത്യാവശ്യം നമ്മൾ ഡീസലിന് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 18-20 മൈലേജ് പ്രതീക്ഷിക്കാം. പിന്നെ വെച്ചാല് അത്യാവശ്യം മെയിൻ്റെനൻസ് കോസ്റ്റ് ഭയങ്കര കുറവാണ്. ഹോണ്ടയുടെ വണ്ടി ആയതുകൊണ്ട് പെട്രോൾ ആണ്. പെട്രോൾ ആയതുകൊണ്ട് ഒരു 5,000 രൂപയുടെ താഴെ. എല്ലാരും ഈ ഹോണ്ടയുടെ വണ്ടിയൊക്കെ വരുമ്പോൾ മെയിൻ്റെനൻസ് ഭയങ്കര കുറവാണ്. മെയിൻ്റെനൻസ് പറഞ്ഞാൽ ക്വാളിറ്റി വാഹനം തപ്പി നടക്കുന്നവർക്ക് പറ്റിയ വണ്ടിയില്ല. ഇതിന് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. എല്ലാം പക്ക ക്ലീൻ. എത്രയാണ് നമ്മൾ ചോദിക്കുന്ന വണ്ടിക്ക്? നമ്മൾ ചോദിക്കുന്ന 6,90,000. 6,90,000 കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റും. 2019 വണ്ടിയാണല്ലോ. നല്ല ലോൺ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. 2 ഇയർ വാറണ്ടി കിട്ടും. 2 ഇയർ വാറണ്ടി ഉണ്ട്. ഗോൾഡ് കോയിൻ ഓഫർ ഉണ്ട്. ബാക്കിയെല്ലാം ഉള്ള പോലെ തന്നെ അടിപൊളിയായിട്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാണോ? ഇല്ല. ഇത് നമുക്ക് പുതിയത് വന്നിരിക്കുന്നത്. ആ വണ്ടി നമ്മുടെ സെയിലായി. അത് പെട്രോൾ ആണ്. അത് പെട്രോൾ ആയിരുന്നു. ഇത് വരുന്നത് ഡീസൽ. ഓക്കെ. എത്ര കിലോമീറ്റർ ഏകദേശം മൈലേജ്? 89,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ എത്ര കിലോമീറ്റർ ഡീസൽ മൈലേജ് കിട്ടും? ഇതിന് ഒരു 20-22 മൈലേജ് ഒക്കെ കിട്ടും. പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല എല്ലാരും ഈ ഒരു റേഞ്ച്, അതായത് ഈ ഷേപ്പ് എല്ലാരും ചോദിച്ചു വരുന്നത്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു ഷേപ്പ് വണ്ടികളാണ്. നമ്മള് വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പൊ വണ്ടി സെയിലായി. മറ്റേ കാണാനും കൂടെ ഒരു ക്യൂട്ട് ലുക്ക് ആയിട്ടുള്ള നിങ്ങളുടെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വന്നിട്ട് ഈ i20 കേസാണെങ്കിൽ നല്ല കളർ എന്നാൽ അട്രാക്റ്റീവ് കളറാണ്. റെഡ് ആണ്. ഇത് ഒന്നും ജസ്റ്റ് വണ്ടി വന്നിട്ടുള്ളൂ. ഇതൊന്ന് പോളിഷ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് വന്നിട്ടുള്ളൂ. വണ്ടി ഇപ്പൊ വന്നിട്ട് 2 ദിവസം ആയിട്ടുള്ളൂ. ഓണർഷിപ്പ് ഒക്കെ എത്ര? സിംഗിൾ ഓണർ ആണ്. 89,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സർവീസ് ഒക്കെ പക്കല്ലേ? സർവീസ് ഒക്കെ പക്കാണ്. 2016. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 2016 വണ്ടി 89,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ലോ കിലോമീറ്റർ ഓടി. തീർച്ചയായും ഡീസൽ. ഇത് ഓപ്ഷൻ ഏതായിരുന്നു? ഇത് വരുന്നത് എലൈറ്റ് ആണ്. എലൈറ്റ് i20 സ്പോർട്സ് എന്ന് പറയുന്നത്. സ്പോർട്സ് എന്ന ഓപ്ഷൻ ആണ്. അത് ഫീച്ചേഴ്സ് എന്തൊക്കെ വരുന്നപ്പോ? ഇതിന്റെ അകത്ത് വരുന്നത് 4 ഡോർ പവർ വിൻഡോ വരും. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. എയർ ബാഗ്സ് വരുന്നുണ്ട്. 2 എയർ ബാഗും വരും. കമ്പനി സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. ഓക്കെ. അത്യാവശ്യം സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. സ്പോർട്സ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ടയർ ആവറേജ് ടയറും വരുന്നുണ്ട്. നമ്മള് എത്രയാണ് പ്രൈസ് വെക്കുന്ന വണ്ടിക്ക്? 5,95 ചോദിക്കണം. 5,95,000 കൊടുക്കും ചെയ്യാം. ഡീസൽ വാറണ്ടി കിട്ടും. വാറണ്ടി 1 ഇയർ വാറണ്ടി കൊടുക്കും. എഞ്ചിനും ഗിയർ ബോക്സും നമുക്ക് വാറണ്ടി കൊടുക്കാം. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 1 ഇയർ വാറണ്ടി കിട്ടും. ഒരു ഗോൾഡ് കോയിനും കിട്ടൂലേ? ഇത് ലോൺ എത്ര കിട്ടും? ലോൺ നമുക്ക് ഇതിനൊക്കെ എന്തായാലും നമുക്കൊരു 70-75% എന്തായാലും കിട്ടും. ഒരു 1 lakh 5 രൂപ വരെ നമുക്ക് ലോൺ കയറും. ഒരു 1 lakhന്റെ ഉള്ളിൽ 1 lakhന്റെ ഉള്ളിൽ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു i20 ഡീസൽ 1 ഇയർ വാറണ്ടി ഉള്ള വണ്ടിയിൽ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരു സ്വിഫ്റ്റ് പരിചയപ്പെടാം അല്ലേ? വളരെ എൻക്വയറി ഉള്ള ഒരു വാഹനമാണ് സ്വിഫ്റ്റ്. ഇത് പെട്രോളോ ഡീസലാ? ഇത് പെട്രോൾ ആണ്. ഇത് 2018-19 രജിസ്ട്രേഷൻ, 65,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. 65,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. പിന്നെ വണ്ടി എങ്ങനെയാണ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ? ആക്സിഡന്റോ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? മേജർ ആക്സിഡന്റ്സ് ഒന്നുമില്ല. പക്ഷെ റീപെയിന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റീപെയിന്റ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ടയർ ഒരു ഏകദേശം 80% ടയറൊക്കെ വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള കളറാണ്. വൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റോഡ് പ്രസൻസ് ഉള്ള ഒരു കളറും കൂടിയാണ്. പിന്നെ ഇന്റീരിയർ വശത്തോട്ട് വരികയാണെങ്കിൽ കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്നുണ്ട്. AC കാര്യങ്ങളൊക്കെ പക്ക AC അല്ലേ? എയർ ബാഗ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. സ്വിഫ്റ്റ് ആകുമ്പോൾ അത്യാവശ്യം പവറും പിന്നെ മെയിൻ്റെനൻസും കുറഞ്ഞ ഒരു വാഹനമാണല്ലോ. നല്ല മൈലേജും ഉണ്ട്. കാരണം ഈ ഒരു ഇത് വന്നപ്പോഴേക്കും മൈലേജ് അത്യാവശ്യം നല്ല മൈലേജ് ആയിട്ട് പുതിയ പഴയ സ്വിഫ്റ്റിനേക്കാളും കുറച്ചുകൂടെ എഞ്ചിന് മാറ്റമുണ്ട്. പെർഫോമൻസ് റിഫൈൻഡ് ആണ് കുറച്ചുകൂടെ വണ്ടി. അപ്പൊ എത്രയാണ് നമ്മൾ ആസ്ക് നമ്മൾ 5,95 19 വണ്ടി
അത് നിങ്ങൾക്ക് വല്ല മിസ്റ്റേക്ക് ഇല്ല നമ്മുടെ പ്രൈസ് ഇത്രേ ഉള്ളൂ. ഇതിന്റെ ഒപ്പം തന്നെ നമ്മുടെ 2 ഇയർ വാറണ്ടിയും ഗോൾഡ് കോയിനും നമ്മൾ ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ 2 ഇയർ വാറണ്ടി ഒരു ഗോൾഡ് കോയിൻ കൊടുക്കും. വേറെ നമുക്ക് അഡീഷണൽ ഒന്നുമില്ല. ഒരു 5,95,000 2 വർഷം വാറണ്ടിയും പ്ലസ് ഗോൾഡ് കോയിനും 1 വർഷം റോഡ് അസിസ്റ്റ് ഉള്ള വാഹനം കൊടുക്കാൻ സാധിക്കും. സിംഗിൾ ഓണർ യൂസ് ചെയ്ത സാൻഡ്ര അല്ലേ? എത്രയാണ് മോഡൽ വരുന്ന വണ്ടിന്റെ? ഇത് 2010 മോഡലാണ്. കിലോമീറ്റർ എത്ര ഓടിക്കുന്ന വണ്ടി? ഇത് 88,000 കിലോമീറ്റർ ഓടി. 88,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, സാൻഡ്രക്ക് സിംഗിൾ ഓണർ കിട്ടാൻ ഭയങ്കര പണിയാണ്. പിന്നെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇത് ലോൺ ചോദിക്കരുത്. 2010 വണ്ടി ആയിരുന്നു. ലോൺ കൊടുക്കൂല. ലോണ് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. സിംഗിൾ ഓണർ യൂസ് ചെയ്ത വാഹനമാണ് കേട്ടോ. പിന്നെ ടയർ ഏകദേശം ഒരു 80% ടയർ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യൻ വശത്തോട്ട് വരികയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ? മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട് അല്ലേ? മ്യൂസിക് സിസ്റ്റം എല്ലാം വരുന്നുണ്ട്. അല്ല, മറ്റേ സ്റ്റീരിയോ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. ഓക്കെ, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് എ സി ആണ്? മാനുവൽ ആണല്ലേ? മാനുവൽ എ സി വരുന്ന നല്ല അടിപൊളി ക്വാളിറ്റി വാഹനം. തുരുമ്പോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കില്ല. സിംഗിൾ ഓണർ യൂസ് ചെയ്ത വാഹനമാണ്. വെറും 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മൾ എത്രയാണ് അപ്പൊ ചോദിക്കുന്ന റേറ്റ്? 1,50,000 രൂപ കൊടുക്കാം. 2010 മോഡൽ വണ്ടി, സിംഗിൾ ഓണർ. റോഡ് സൈഡ് അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റും. റോഡ് സൈഡ് അസിസ്റ്റൻസ് കൊടുക്കാം. വാറണ്ടി കൊടുക്കാൻ പറ്റില്ല. വാറണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. പോളിഷും റോഡ് സൈഡ് അസിസ്റ്റൻസും ഗോൾഡ് കോയിനും കൊടുക്കാം. ഓക്കെ, അപ്പൊ 1,50,000 ഇതെല്ലാം കിട്ടും. അപ്പൊ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ. നല്ലൊരു ക്വാളിറ്റി ഓട്ടോമാറ്റിക് സിൽവർ കളർ സ്വിഫ്റ്റ് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് വരുന്നത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ, 2021 മോഡൽ VXi 27,000 കിലോമീറ്റർ ഉള്ളൂ. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ആണ്. ടയർ പ്രൊഫൈൽ ഒക്കെ ആവറേജ് ടയർ വരുന്നുണ്ട് അല്ലേ? 27,000 ഓടിയ ടയറാണ്. ഓക്കെ, 27,000 ഓടിയ ടയറാണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട്. കമ്പനി ഇതാക്കിയ കവർ പോലും അയച്ചിട്ടില്ല. ഓട്ടോമാറ്റിക് ആണ്. കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. AC കാര്യങ്ങളൊക്കെ പക്കല്ലേ? എല്ലാം പക്കയാണ്. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത പക്ക വാഹനം. സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരുന്ന വാഹനമാണ്. പിന്നെ ഏകദേശം എത്ര മൈലേജ് കിട്ടും? ഇതിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സാ വരുന്നത്. AMT ആണ്. അപ്പൊ ഒരു 18-19 ആ റേഞ്ചിൽ പ്രതീക്ഷ മതി അല്ലേ? പിന്നെ അതുപോലെ സർവീസ് കോസ്റ്റും കുറവാണ്. മാരുതിയുടെ വണ്ടിയാണ്. സർവീസ് കോസ്റ്റ് സാധാരണ ഓട്ടോമാറ്റിക് വണ്ടി കുറച്ച് സർവീസ് കോസ്റ്റ് കൂടുതലാണ് പ്രതീക്ഷിക്കുക. ഇത് CVT-യുടെ അത്ര കോസ്റ്റ് വരത്തില്ല. പിന്നെ എന്താ, കിലോമീറ്റർ കുറഞ്ഞ സിംഗിൾ ഓണർ വാഹനമാണ്. പിന്നെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ലാത്ത വാഹനമാണ്. ബമ്പറിലൊക്കെ നല്ല അടിപൊളി എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ഒക്കെ വരുന്ന വാഹനമല്ലേ? ഓക്കെ, എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? നമ്മൾ 7,50,000 ചോദിക്കുന്നത്. 7,50,000 രൂപ കൊടുക്കാം. പുതിയ വണ്ടിക്ക് ഏകദേശം 8,90 ആ റേഞ്ച് വരുന്നുണ്ട്. അപ്പൊ 7,50,000 രൂപയ്ക്ക് ലോൺ കയറ്റി കൊടുക്കാൻ പറ്റും? ലോണും ചെയ്യാൻ പറ്റും. ഏകദേശം നമുക്കൊരു ഫുൾ ലോൺ ഏകദേശം ഒരു 90-95% ഫുൾ ലോണും ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. അപ്പോ ഡൗൺ പേയ്മെന്റ് ഒരു 50,000 60,000 ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നോക്കുന്ന ലേഡീസിനൊക്കെ പറ്റിയ വാഹനമാണ്. അധികം നിൽക്കൂല. എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു. അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു 7 സീറ്റർ മെയിൻ്റെനൻസ് പറഞ്ഞല്ലേ? CVT ആണ് വണ്ടി വരുന്നത്. ഇതിപ്പോ വണ്ടി ഇങ്ങനെ ഇരിക്കണം നോക്കണ്ട. വണ്ടി ജസ്റ്റ് വന്നിട്ടുള്ളൂ. നമുക്ക് ജസ്റ്റ് വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോക്ക് വേണ്ടി കാണിക്കുന്നതാണ്. ഇത് വരുന്ന BRV V വേരിയന്റ് ആണ്. അതായത് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്ന V വേരിയന്റ് ആണ്. അപ്പൊ ഒട്ടുമിക്ക എല്ലാ ഫീച്ചറും അലോയ് വീല് വരുന്നുണ്ട്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. കമ്പനി പിന്നെ അതുപോലെ തന്നെ എയർ ബാഗ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ് വാഹനം. പിന്നെ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരുന്ന മെയിൻ്റെനൻസ് കുറഞ്ഞ സർവീസ് കോസ്റ്റ് കുറഞ്ഞ വാഹനം അല്ലേ? V ഓപ്ഷൻ ആണ്. ടയർ ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ 16-17 രജിസ്ട്രേഷൻ 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർ. ഇന്ത്യയുടെ വശത്തോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ക്വാളിറ്റിയിൽ ഇന്ത്യയിലാണ്. കീലെസ് എൻട്രി എല്ലാം വരുന്ന വാഹനമാണ്. എത്ര നമ്മൾ ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? നമ്മൾ ചോദിക്കുന്നത് 7,40,000 ആണ്. 7,40,000 രൂപ കൊടുക്കാം. അതിൽ ഏകദേശം എത്ര ലോൺ ചെയ്യാം നമുക്ക്? അത് നമുക്കൊരു 10-80 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും 80,000 ഉണ്ടെങ്കിൽ 7 സീറ്റർ സ്വന്തമാക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഹോണ്ടയുടെ വണ്ടി 7 സീറ്റർ നമുക്ക് സ്വന്തമാക്കാം. ഗ്രാൻഡ് ഐറ്റൺ നിയോസ്. ഇതിന്റെ ഡീറ്റെയിൽസ് എന്താ വരുന്നത്? ഇത് 2021-22 രജിസ്ട്രേഷൻ. 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. സ്പോർട്സ് വേരിയന്റ് ആണ്. സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഒരുപാട് ഇത് വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ ഓട്ടോ കാർപ്ലേ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും. അലോയ് വീൽസ് 18,000 കിലോമീറ്റർ ഓടിയ ടയർ അല്ലേ? ഓക്കെ, നല്ല വൃത്തിയുള്ള വാഹനമാണ്. പിന്നെ ഒന്ന്
കഴുകി പോളിഷ് ചെയ്യേണ്ട നമുക്ക് ആവശ്യം ഇത് ഇതൊക്കെ ഇപ്പൊ വന്നിട്ടുള്ളൂ വണ്ടി, നമ്മൾ വീഡിയോയിലേക്ക് വേണ്ടി കാണിക്കുന്നതാണ്, അതാണ് ഈ ഇതായിട്ടിരിക്കുന്നത്. ഇപ്പൊ വന്നിട്ടുള്ളൂ, ജസ്റ്റ് നമുക്ക് കഴുകി ഇടേണ്ട ആവശ്യമുള്ളൂ അല്ലേ. നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. നമ്മുടെ ഇന്ത്യൻ വശത്തോട്ട് വരികയാണെങ്കിലാണ് നമുക്ക് ഒരു ലക്ഷറി ഫീൽ വരുന്ന ഒരു വാഹനമാണ്. അതിന്റെ ഡാഷ്ബോർഡ് ആയാലും പിന്നെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ആയാലും ഒക്കെ ഒരു ലക്ഷറി ഫീലോട് കൂടി നമുക്ക് തരുന്നൊരു വാഹനമാണ്. എയർ ബാഗ്സ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC, ഇൻഫോടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്, പിന്നെ അഡീഷണൽ ആയിട്ട് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, പിന്നെ സ്റ്റിയറിംഗ് കൺട്രോള് ഒക്കെ വരുന്ന വാഹനം അല്ലേ. ഓക്കെ, അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പെട്രോളില് അല്ലേ? ഇതൊരു 18-19 മൈലേജും കിട്ടും. ഗ്രാൻഡ് നമ്മൾ പഴയ ഐറ്റനാണ് മൈലേജ് കുറവ്. ഗ്രാൻഡ് ഐറ്റൻ അത്യാവശ്യം നല്ല മൈലേജ്, എഞ്ചിനും പെർഫോമൻസും നല്ല പെർഫോമൻസ് ഉണ്ട്. സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടല്ലേ വണ്ടിക്ക്? നല്ല ഓടിക്കാനൊക്കെ നല്ല രസമാണ്. ഇതിൽ എത്ര CC ആയിരുന്നു? ഇത് 1.2 എത്രയാണ് അപ്പൊ നമ്മൾ ആസ്കിംഗ് പ്രൈസ്? നമ്മൾ ആസ്ക് ചെയ്യുന്നത് 7 ലക്ഷം രൂപയാണ്. 7 ലക്ഷം രൂപ. പുതിയ വണ്ടിക്ക് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പുതിയ വണ്ടിക്ക് ഏകദേശം 9 ലക്ഷം രൂപ വില വരും. 9 ലക്ഷം രൂപ പുതിയ വണ്ടിക്ക് വരുന്ന വാഹനമാണ്. തീർച്ചയായിട്ടും അഫോർഡബിൾ ആയിട്ട് റേറ്റ് ആണ്. പുതിയ വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റിയ വാഹനം. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരു ടിയാഗോ പരിചയപ്പെടാല്ലേ. ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബിൽഡ് ക്വാളിറ്റി ഉള്ള സ്റ്റെബിലിറ്റി ഉള്ള വാഹനം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് വരുന്നത് ടാറ്റയുടെ സെക്കൻഡ് വേരിയന്റ് XM എന്ന് പറയുന്ന ടിയാഗോന്റെ സെക്കൻഡ് വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർ, 49,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയർ ആവറേജ് ടയറില്ലേ? ആവറേജ് ടയർ വരുന്നുണ്ട്. പുറകുവശത്തോട്ട് വരികയാണെങ്കിൽ മനോഹരമായ ടൈലാമ്പും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. നമ്മൾ ഇന്ത്യൻ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ എക്സ്ട്രാ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ AC ഒക്കെ എങ്ങനെ? പക്ക കൂളിംഗ് അല്ലേ? പക്ക കൂളിംഗ് കാര്യങ്ങൾ വരുന്ന വാഹനമാണ്. അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത ഇന്റീരിയർ, മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്ന വാഹനമാണ് കേട്ടോ. 4 ഡോർ പവറിന്റെ ഒക്കെ വരുന്നുണ്ട്. എത്രയാണുള്ള ആസ്കിങ് വണ്ടിക്ക്? നമ്മൾ 4,50,000 ചോദിക്കുന്നു. 4,50,000. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ലല്ലോ. 4,50,000 രൂപ വണ്ടിയിൽ വണ്ടി നമുക്ക് കൊടുക്കാൻ സാധിക്കും. ലോൺ കയറ്റാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റുമല്ലോ. 2019 വണ്ടിയല്ലേ? ഏകദേശം എത്ര? 50 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി 50,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ടിയാഗോ ഇറക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ആൾട്ടോ നമുക്ക് പരിചയപ്പെടാം അല്ലേ. കുറച്ച് മോഡൽ കൂടിയ വാഹനം. 800 ആണ്. 2019 വണ്ടി. 19 വണ്ടി. ഇതിന് നമുക്ക് 2 ഇയർ വാറന്റി കൊടുക്കാൻ പറ്റൂലേ? 2 ഇയർ വാറന്റി കൊടുക്കാം. എത്ര കിലോമീറ്റർ ഓടിക്കണം? ഇത് 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. 74,000 കിലോമീറ്റർ ഓടിയ ടയർ VXI വേരിയന്റ്. ടയറൊക്കെ ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുറകുവശത്തോട്ട് വരികയാണെങ്കിൽ നല്ല തിരക്കില്ലാത്ത വാഹനമാണ്. ഒന്ന് കഴുകി പോളിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതൊക്കെ വണ്ണ കണ്ടീഷൻ ആവില്ലേ വണ്ടി? അതെ, പിന്നെ ഇപ്പം മഴയായ കാരണം. അതെ മഴയായ കാരണമാണ് നമുക്ക് ഒരു ചെളി പിടിച്ചെടുക്കുന്നത്. നമ്മൾ ഇന്ത്യൻ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഇന്റീരിയർ ആണ്. സീറ്റ് കാർസ് ഒക്കെ അടിപൊളി അട്രാക്റ്റീവ് സീറ്റ് കാർ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? നല്ല മൈലേജും ആണ് വണ്ടിക്ക്. നല്ല മൈലേജും പ്രതീക്ഷിക്കാം. മെയിൻ്റെനൻസ് കുറഞ്ഞ വാഹനം. ഇതിന് നമുക്ക് 2 ഇയർ വാറന്റിയും റോഡ് അസിസ്റ്റും ഗോൾഡ് കോയിനും ഒക്കെ കൊടുക്കാം. പോളിഷ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ഇതിന് എത്ര നമ്മളിപ്പോ ചോദിക്കുന്നത്? 3,40,000 കൊടുക്കാം. ലോൺ എത്ര കയറ്റാം? ലോൺ ഇത് പറഞ്ഞ പോലെ 10-50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 50,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാൻ സാധിക്കും. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ന്യൂ മോഡൽ i20. ഒരു ഷോറൂമിൽ കണ്ടുവരാത്തൊരു വാഹനമല്ലേ പുതിയ മോഡൽ i20? ഇത് വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ 2022 മോഡല്. ആസ്റ്റ ഓപ്ഷനിൽ 6 എയർ ബാഗ് വരുന്ന സൺറൂഫ് വരുന്ന വണ്ടിയാണ്. സൺറൂഫ് വരുന്ന വാഹനം. ആസ്റ്റ ഓപ്ഷനിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട്. ഒരുപാട് ക്രോമിയം ഫിനിഷിങ് കയറിയിട്ടുണ്ട്. പിന്നെ ഫോഗ് ലാമ്പ്, ഡിഫോഗർ, അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. പുറകുവശത്തോട്ട് വരികയാണെങ്കിൽ പുതിയ ഐറ്റൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനാണ്. പിന്നെ അതുപോലെ റിവേഴ്സ് ക്യാമറ, സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ടയർ പ്രൊഫൈലാണ് ഏകദേശം ഒരു 80% ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യൻ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവർ ചെയ്തിട്ടില്ല അല്ലേ? സീറ്റ് കവർ ചെയ്തില്ല, കമ്പനി ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. വലിയൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 25,000 കിലോമീറ്റർ ഓടിയാണ്. സിംഗിൾ ഓണർ 25,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വാഹനമാണ്. 4 ഡോർ പവർ വിൻഡോ, ഓട്ടോമാറ്റിക് AC, 6 എയർ ബാഗ് അല്ലേ? 6 എയർ ബാഗ്, മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്നൊരു സ്പോർട്ടി വെഹിക്കിൾ. പുതിയ വണ്ടിക്ക് ഏകദേശം ഒരു 12 ലക്ഷം രൂപ വിലയുണ്ടാവും ഈ ഒരു വാഹനത്തിന്. ഇത് പെട്രോൾ അല്ലേ? ഇത് പെട്രോൾ ആണ്. ഏകദേശം മൈലേജ് എത്ര പ്രതീക്ഷിക്കാം നമുക്ക്? ഇത് നമുക്കൊരു 16-17 വരെ കിട്ടും. ആ റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? നമ്മളെ ചോദിക്കുന്നത് 9,10 ആണ്. 9,10 ചോദിക്കുന്നുണ്ട്. അതിൽ ലോൺ എത്ര കയറ്റാം? ലോൺ നമുക്ക് മാക്സിമം കയറും. ഇത് അത്യാവശ്യം നല്ല പ്രൊഫൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 8-8.5 വരെയൊക്കെ എന്തായാലും ലോൺ കയറും. അപ്പൊ ഒരു 60,000 70,000 രൂപ ഉണ്ടെങ്കിൽ പുതിയ മോഡൽ i20 ഇറക്കാം. നല്ലൊരു ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഇഗ്നീസ് പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് വരുന്നത് ഇഗ്നീസിന്റെ ആൽഫ എന്ന് പറയുന്നത് ടോപ്പ് എൻഡ് ആണ്.
ടോപ്പ് എൻഡ് വേരിയന്റ് 2017 സിംഗിൾ ഓൺ 33,000 കിലോമീറ്റർ വണ്ടി ഓടി. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് DRL വരുന്നുണ്ട്, പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പ്, 4 അലൈവിങ്സ്, വരുന്നുണ്ട്, ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ടയർ ഒരു ആവറേജ് ടയർ അല്ലേ, ഒരു 10-20,000 കിലോമീറ്റർ ഓടുന്ന ടയർ ഉണ്ട്. ബാക്കിലോട്ട് വരികയാണെങ്കിൽ റിയർ വൈപ്പർ വരുന്നുണ്ട്, സെൻസർ വരുന്നുണ്ട്, ക്യാമറ വരുന്നില്ല, റിവേഴ്സ് ക്യാമറ ഉണ്ടാവില്ലല്ലേ. ഓക്കെ, കീലെസ് എൻട്രി വരുന്നുണ്ട്. നമ്മൾ ഇന്ത്യൻ വശത്തോട്ടൊക്കെ വരികയാണെങ്കിൽ 4 ഡോർ പവർ വിൻഡോ, പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്സ്, ബട്ടൺ സ്റ്റാർട്ട്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. പിന്നെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ള 33,000 ഓടിയ സിംഗിൾ ഓണർ വാഹനമാണ്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല അല്ലേ. നല്ല ക്വാളിറ്റി വാഹനം തന്നെ അല്ലേ. എത്ര ചോദിക്കണം നമ്മൾ 6,35 6,35,000 ഓട്ടോമാറ്റിക് ഇഗ്നീസ് കൊടുക്കാം. ഫുൾ ഓപ്ഷൻ വണ്ടി കൊടുക്കാൻ സാധിക്കും. പിന്നെ വാറണ്ടി അവൈലബിൾ ആണോ? വാറണ്ടി നമ്മുടെ 2 ഇയർ വാറണ്ടി ഉണ്ട്. 2 ഇയർ വാറണ്ടി, 1 ഇയർ റോഡ് അസിസ്റ്റും കൊടുക്കാൻ സാധിക്കും അല്ലേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നമ്മൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അടിപൊളി അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുമായിരിക്കും. ഗുഡ് ബൈ.